രാവിലെ എല്ലാവരും എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ള തീരുമാനം നോക്കണം. എല്ലാ പിള്ളേരും സ്കൂളിൽ പോകണം. ആരെയും മടിച്ച് ഇരുത്തരുത്. ആരെയും മടിച്ച് വീട്ടുകാരെ ഇരുത്തരുത്. ഞാൻ എൻ്റെ കാര്യം പറയുവാണ്. എനിക്ക് വേണം ഇപ്പോഴും വേണം പലപ്പുറത്ത് പോകാനുള്ള തയ്യാറുണ്ട്. ഇപ്പം വേണേലും പലപുറത്തിൽ പോകാനുള്ള തയ്യാറുണ്ട്. എന്നാലും ഞാൻ പോകും. ഒരുത്തനെയും വീട്ടിൽ ഒരു LKG, UKG 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പിന്നെ +1 കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് പോകാം, കോളേജിൽ പോകാം. അല്ലാത്തവരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കൂളിൽ പോകാനെന്നും പറഞ്ഞ് 10ാം ക്ലാസ്സുകാരുടെ കാര്യമാണ്. ഞങ്ങളുടെ അവിടെ ഒരു ചെറുക്കനുണ്ട്. 10ാം ക്ലാസ്സിൽ നിന്ന് പറയുമ്പോൾ അവന് സ്കൂളിൽ പോകാൻ മടി. ഞാൻ പലപ്പോഴും അവനെ കണ്ടിട്ടുണ്ട്. അവൻ്റെ പേര് പലപ്പോഴും ഞാൻ അവനെ കണ്ടിട്ടുണ്ട്. അവൻ സ്കൂളിൽ പോകാൻ ഇച്ചിരി മടിയാണ്. പിന്നെ ഞങ്ങളുണ്ടാവുന്ന അങ്ങോട്ടും ഒരു വീട്ടിൽ ചിലപ്പം പലകുറിയിൽ പോകാനാണ് കൂത്തില്ല. അവനെന്നോടൊന്ന് കരയുക. ഒക്കെ നല്ല കാര്യമല്ല. സ്കൂളിൽ പോകുന്നത് നല്ല കാര്യമാണ് കേട്ടോ. പിള്ളേർ പഠിക്കാനാണ് അമ്മമാർ സ്കൂളിൽ പിള്ളേരെ വിടുന്നത്. അമ്മമാർ പഠിക്കാനാണ് പിള്ളേരെ സ്കൂളിൽ വിടുന്നത്. സ്കൂളിൽ അമ്മമാർ പിള്ളേരെ പഠിപ്പിച്ച് വിടുന്നു. അത് നല്ല കാര്യമാണ്. പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുന്നത് നല്ല കാര്യമാണ്. അത് നല്ല കാര്യമാണ്. പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുന്നത് ഒരു നല്ല കാര്യമാണ്. അതൊരു നല്ല ശീലമാണ് പള്ളിക്കൂടത്തിൽ പോകുന്നത്. അല്ലാതെ സ്കൂളിൽ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല കാര്യമാണ്. പള്ളിക്കൂടത്തിൽ പോകുന്നത് നല്ല കാര്യമാണ്. പിള്ളേരെ പഠിച്ച് ഒരു നല്ല നിലയിലാവണമെന്നാണ് പറയുന്നത്. ഇത് രാവിലെ എഴുന്നേൽക്കുക, പല്ല് തേക്കുക, കുളിക്കുക, യൂണിഫോം ഇടുക, സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകുന്നത് നല്ല ശീലമാണ്. നിങ്ങളാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല. നിങ്ങളാരെ ഞാനൊന്നും കുറ്റപ്പെടുത്തില്ല. നിങ്ങളോട് ഞാൻ ഈ കാരിക്കാട് സ്കൂളിലെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്നും പള്ളിക്കൂടത്തി എന്നും അവിടെ പിള്ളേർ സ്കൂളിൽ പോകും. നല്ല കാര്യം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഈ വേഷത്തിൽ എന്താ